പക്ഷെ ബസന്ത്, ഇന്ത്യ മുന്നണിയുടെ ഭാവി എന്തായിരിക്കുമെന്ന ചോദ്യം കൂടി വരുന്നുണ്ട്. ഇനി 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ തനിച്ചു ഭരിക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ തനിച്ച് കണ്ടസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സംസ്ഥാനങ്ങൾ എന്നുള്ളത് കേരളം, ആസാമും മാത്രമാണ്. തമിഴ്നാട്ടിൽ DMK-യുടെ സഖ്യം, പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി അനുവദിക്കുകയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസുമായിട്ടുള്ള സഖ്യം. ഈ നിലയ്ക്ക് നോക്കിയാൽ ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികൾ കോൺഗ്രസിനെ ഇനി പഴയതുപോലെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ടോ? ബീഹാറിലെ മോശം പ്രകടനം എന്നുള്ളത് കോൺഗ്രസിന്റെ മാത്രം മോശം പ്രകടനമല്ല, RJDയുടേതും മോശമായിരുന്നു പ്രകടനം. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടും ഇന്ത്യ മുന്നണിയെ എങ്ങനെ മുന്നോട്ട് നയിക്കുമെന്ന കാര്യത്തിൽ വരാൻ പോകുന്ന ദിവസങ്ങൾ നിർണായകമാവില്ലേ? തീർച്ചയായും ഇതിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാവി ഒരു വലിയൊരു ചോദ്യചിഹ്നമായി ഇപ്പം നിൽപ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഘടകകക്ഷികൾ ഏത് രീതിയിലായിരിക്കും കോൺഗ്രസിനെ പരിഗണിക്കുക എന്നുള്ളത്. ഒരുപക്ഷെ രാജ്യത്താകമാനം തന്നെ വേരുകളുള്ള ഒരു പാർട്ടി ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ, അതൊരു സത്യം തന്നെയാണ്. പക്ഷേ അപ്പോഴും പശ്ചിമ ബംഗാൾ പോലൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ കോൺഗ്രസിന് 0 MLA-മാർ, ആരുമില്ല. അവിടെ കോൺഗ്രസ് ഒരു സഖ്യത്തിന് ശ്രമിച്ചാൽ, തൃണമൂൽ കോൺഗ്രസുമായൊരു സഖ്യത്തിന് ശ്രമിച്ചു കഴിഞ്ഞാൽ മമതാ ബാനർജി എന്തായിരുന്നാലും സീറ്റ് കൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയിക്കില്ല. അവർ സഹകരിക്കാൻ പോലും ചിലപ്പോൾ തയ്യാറായെന്ന് വരില്ല. DMK-യും സമാനമായ സാഹചര്യമായിരിക്കും തമിഴ്നാട്ടിലെടുക്കുക. ഒരുപക്ഷെ കഴിഞ്ഞ തവണ നൽകിയ സീറ്റുകൾ പൂർണ്ണമായും നൽകണം എന്നില്ല. DMK-ക്കും പറഞ്ഞു നിൽക്കാൻ ഒരു ഭാഗമുണ്ട്, നിങ്ങൾ മത്സരിക്കുന്ന സീറ്റുകൾ നിങ്ങൾ തോൽക്കുന്നു എന്നുള്ളത്. ഇന്ന് ഈ ബീഹാറിൽ തന്നെ കോൺഗ്രസ് കഴിഞ്ഞ തവണ 70 മത്സരിച്ചു, ഇത്തവണ 61 സീറ്റ് വേണമെന്നുള്ള കാര്യത്തിൽ നിർബന്ധം പിടിച്ചു. ഏതാനും സീറ്റുകളിൽ സൗഹൃദ മത്സരങ്ങളിൽ ഏർപ്പെട്ടു. തേജസ്വി യാദവിനെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ കാലതാമസം വരുത്തി. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും തമ്മിലുള്ള കെമിസ്ട്രി പോലും വല്ലാതെ പരാജയപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. ആ ഒരു യോജിപ്പ് പോലും കാണിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. വോട്ടധികാർ യാത്രയിൽ ഒന്നിച്ചു പോയി എന്നുള്ളത് ഒരു ഭാഗമുണ്ട്. പക്ഷേ അതിനുശേഷം ഇവർ തമ്മിൽ മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. അതിന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ പലതാണ്. തേജസ്വി യാദവിനെതിരെ ക്രിമിനൽ കേസുകളുണ്ട് എന്നുള്ളതാണ്. അത് രാഹുൽ ഗാന്ധിക്കെതിരെയുമുണ്ട്. അത് ശരി, രണ്ടുപേരുടെയും പേരിൽ ഈ പറയുന്ന രാഷ്ട്രീയ ആരോപണങ്ങളാണ് എന്നാണ് അവരും പറയുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയമായി കെട്ടിച്ചമച്ച കേസുകൾ എന്നാണ് RJDയും പറയുന്നത്. അപ്പോൾ അതവിടെ ഒരു ഭാഗം നിൽക്കുമ്പോൾ DMK-യുടെ കാര്യത്തിൽ എന്ത് എന്നുള്ളതാണ്, DMK എത്രത്തോളം സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ പരിശോധിച്ചാൽ കോൺഗ്രസിന് വിരലിലെണ്ണാവുന്ന സീറ്റുകൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അത് മഹാരാഷ്ട്ര ആയിരുന്നാലും ശരി, ഹരിയാന ആയിരുന്നാലും ശരി. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴേക്കും കോൺഗ്രസിന് അടിതെറ്റുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ വിഷയം. അതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 2004 മുതൽ 2014 വരെ കോൺഗ്രസിൻ്റെ വളരെ ശക്തിയുള്ള ഒരു കാലഘട്ടമായിരുന്നു. അന്ന് എന്തുകൊണ്ട് കോൺഗ്രസിന് അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് വലിയ തോതിലുള്ള വെല്ലുവിളി BJPയുടെ ഭാഗത്തു നിന്ന് വരുന്നതൊക്കെ നേരിടാൻ പോകുന്ന ഒരു ശക്തി കോൺഗ്രസിനുണ്ടായിരുന്നു, സംസ്ഥാനങ്ങളിലുണ്ടായിരുന്നു, കേന്ദ്രത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിന് കഴിഞ്ഞ ദിവസം ഞാനൊരു പേര് പറഞ്ഞു, അഹമ്മദ് പട്ടേൽ എന്നൊരു പേര് പറഞ്ഞു. അദ്ദേഹം ഉറങ്ങിയില്ല എന്നുള്ളത്. 10 കൊല്ലം അഹമ്മദ് പട്ടേലായിരുന്നു ഒരുപക്ഷെ അന്നത്തെ ആ UPA സംവിധാനത്തിനെ നിലനിർത്തിയത്. അദ്ദേഹത്തിന് ഒരു പേര് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു, മിഡ് നൈറ്റ് പട്ടേൽ എന്നുള്ള. ഓർക്കുമായിരിക്കും അഭിലാഷ്, അദ്ദേഹത്തിന് വിളിച്ചിരുന്ന ഒരു പേര് അതായിരുന്നു, മിഡ് നൈറ്റ് പട്ടേൽ. എന്ന് വെച്ചാൽ രാത്രിയായിരുന്നു അഹമ്മദ് പട്ടേൽ എല്ലാ വിധത്തിലുള്ള രാഷ്ട്രീയ നയതന്ത്ര പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. അതായത് മറ്റ് പാർട്ടികളുമായിട്ടുള്ള ലേസോണങ്ങൾ. അങ്ങനെ ഒരു സംവിധാനം ഇന്നും കോൺഗ്രസിനുണ്ടോ എന്നുള്ളതാണ്. അതായത് മറ്റ് കക്ഷികൾ, ഒപ്പം നിൽക്കുന്ന കക്ഷികളെ ഒപ്പം ചേർക്കുക എന്നുള്ളത്, അതായത് അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു സംവിധാനം ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന, ഒരുപക്ഷെ കോൺഗ്രസ് മാത്രം ഭരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി പിന്നീട് ഈ പറയുന്ന കൂട്ടുകക്ഷി ഭരണത്തിൻ്റെ ഒരു ഇതിലേക്ക് കോൺഗ്രസ് വരുന്നത് UPA എന്നുള്ളൊരു സംവിധാനം രൂപപ്പെടുമ്പോഴായിരുന്നു. അന്ന് ഒരു ഭാഗത്ത് ഹർകിഷൻ സിംഗ് സുർജിത്തും എല്ലാ ശക്തിയും നൽകി ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് മറുവിഷയം. അവിടെ ഈ പറയുന്ന മറ്റ് പാർട്ടികളെ ബന്ധപ്പെടുക, അവരുടെ വിഷയങ്ങൾ, അവരുടെ പരാതികൾ കേൾക്കുക, അതൊരു വലിയേട്ടൻ എന്നുള്ള രീതിയിൽ അതിനെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക, ഇതൊക്കെയായിരുന്നു അന്ന് UPയുടെ വിജയത്തിന് കാരണമായി നിന്നത്. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോൾ തങ്ങളുടെ അപ്രമാദിത്വം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കോൺഗ്രസ്സാണ് പലയിടത്തും കാണുന്നത്. അത് എവിടെയായിരുന്നാലും അത് ഒരു പക്ഷേ തിരിച്ചടിച്ചിട്ടുണ്ടാവാം. ബീഹാർ പോലുള്ള സ്ഥലത്ത് DMK-യുടെ അടുത്ത് പോയിട്ട് അത്തരത്തിലൊരു അടിച്ചേൽപ്പിക്കലിനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. ബംഗാളിൽ മമത അടുപ്പിക്കുമോ എന്ന് തന്നെ കണ്ടറിയേണ്ട ഒരു സാഹചര്യം. പിന്നെ ഉള്ളത് ആസാമാണ്. ആസാമിൽ മാത്രമാണ് നേരിട്ട് BJPയുമായിട്ട് കോൺഗ്രസ് മത്സരിക്കുന്ന ഒരു സംസ്ഥാനം വരുന്നത്. അവിടെ തരുൺ ഗൊഗോയ് എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ ഒരു സാന്നിധ്യം വളരെ ശക്തമായി കോൺഗ്രസിനുണ്ട്. സ്വന്തം നിലയ്ക്ക് തന്നെ കഴിവ് തെളിയിച്ചിട്ടുള്ള കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ്. വലിയ വെല്ലുവിളി നേരിട്ടിട്ട് പോലും കഴിഞ്ഞ തവണ ജോർഹാട്ടിൽ നിന്ന് അദ്ദേഹം ജയിച്ചു വന്നു ലോക്സഭയിലേക്ക്. അപ്പോൾ ആ ഒരു പ്രാദേശിക തലത്തിൽ നേതാക്കളെ രൂപപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്ന, പണ്ട് കോൺഗ്രസിന് അങ്ങനെയായിരുന്നല്ലോ, ശക്തമായ കേന്ദ്ര നേതൃത്വം, അതോടൊപ്പം തത്തുല്യമായ ശക്തിയുള്ള സംസ്ഥാന നേതൃത്വങ്ങൾ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ന് ആ നിലപാട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്.